നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ അമ്മേ അമ്മേ, എന്തടി? എനിക്കുള്ള ചോറും കറിയൊക്കെ അവിടെ. നീയല്ലേ കുറച്ചു മുമ്പേ വേണ്ടാന്ന് പറഞ്ഞത്? വേണ്ടാന്ന് പറഞ്ഞ വേണ്ടാന്നാണോ അതിന്റെ അർത്ഥം? കുറച്ചു കഴിഞ്ഞ് കഴിക്കാന്നല്ലേ? ഓ, അതിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നല്ലേ? എനിക്കിപ്പോ കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ? നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും അല്ല, ദാ ഇവിടെ വയ്ക്കുന്നതിൽ ഒരു പങ്ക് ദാ ഇതിൽ ഇരിപ്പുണ്ട്. എന്താ കഴിക്കുന്നില്ലേ നീ? വലിയ വിശപ്പാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കഴിപ്പിക്കണമെന്നില്ല ആരും. വേറെ ആൾക്കാരുണ്ടല്ലോ ഭാര്യ കൂട്ടാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ. ശ്യാമേ, എന്താടി നിനക്ക്? എനിക്കൊന്നും ഇല്ല. ശ്യാമേ, ഡീ ശ്യാമേ, കഴിക്കടി. ഇടി ആ പാവം അമ്മയ്ക്ക് രണ്ടുപേറ്റ് ചോറ് കൊടുത്തതിനാണോടി നീ ഇങ്ങനെ കിടന്ന് ചാടുന്നത്? ആണെന്ന് തന്നെ വെച്ചോ. അവരാരാണെന്ന് വെച്ചാ അമ്മ ഇങ്ങനെ മടി വെച്ചേക്കുന്നേ? പതുക്കെ. തട്ടിപ്പുകാരിയാണെന്ന് അമ്മയ്ക്ക് തന്നെ സംശയം ഉണ്ടെന്നല്ലേ അമ്മ പറഞ്ഞത്? പിന്നെ എന്ത് കണ്ടിട്ടാ? അവരുടെ പൂം കണ്ടീരോ? ആരെങ്കിലും കൊന്നു കൊള്ളയടിച്ചിട്ട് വന്നതാണെങ്കിലോ? ഇവിടെ ഒരു സമാധാനം പറയണ്ടേ? വന്നവരും പോകുന്നവരല്ല അമ്മയാന്ന് മോളാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാം. അമ്മ ആരാ? മദർ തെരേസയോ? കുറച്ചു നാൾ മുമ്പ് ഇവിടെ ഒരു പെണ്ണിനെ പാർപ്പിച്ചിരുന്നല്ലോ, നഖത്തിന്റെ ഇടയിൽ വരെ കള്ളത്തരായിട്ട്. അവള് പോയ വഴിക്ക് പുല്ല് മുളച്ചോ? എന്നിട്ടും അമ്മ പഠിച്ചിട്ടില്ല. വരുന്നവരെല്ലാം കെട്ടിപ്പിടിച്ചങ്ങ് സ്വീകരിച്ചോളൂ. ഇതെന്താ ഒരു സത്രമാണെന്നാണോ ഭാവം? അല്ല, സത്രമൊക്കെ ഇതിലും ഭേദാ. അവിടെ കണ്ണി കണ്ടവർക്കൊക്കെ താമസിക്കാവുന്നേ ഉള്ളൂ. അമ്മ മകൾ ബന്ധമൊന്നുമില്ല. മുമ്പ് ഇവിടെ താമസിച്ച പെണ്ണെന്ന് നീ ഉദ്ദേശിച്ചത് ലക്ഷ്മിയാണെങ്കിൽ നിനക്ക് തെറ്റി. അവൾക്കും ഇനി ഒരു ആപത്ത് വന്നാൽ ഓടിയെത്താൻ ഈ കുടുംബശ്രീ ഹോട്ടലേ ഉള്ളൂ. ഇനിയും ഇവിടെ പലരും വരികയും പോവുകയും ഒക്കെ ചെയ്യും. അതേ, ശാരദയോടുള്ള വിശ്വാസം കൊണ്ടാ. ആ വിശ്വാസത്തിന് കാരണം ശാരദയുടെ കണ്ണീരിലും ചോരയിലും വിയർപ്പിലും കെട്ടിപ്പൊക്കിയ ഈ കുടുംബശ്രീയുടെ അടിത്തറയില. അത് കെട്ടിയോർത്താൻ എന്റെ ശാരിക മോളുടെ ഒഴികെ ആരുടെ സഹായം ശാരദയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടേ എന്റെ പൊന്നു കുഞ്ഞ്, അമ്മയെ ഉപദേശിച്ച് നേരെയാക്കാന്നുള്ള വെള്ളം ഒന്ന് വാങ്ങി വെച്ചേരെ. പിന്നെ നീ പറഞ്ഞല്ലോ അമ്മ മകൾ ബന്ധമെന്നൊക്കെ. അതിനെ രക്തബന്ധമൊന്നും വേണമെന്നില്ലടി. രക്തബന്ധം ഉണ്ടായത് കൊണ്ട് ഹൃദയബന്ധം ഉണ്ടാവണമെന്നുമില്ല. പിന്നെ കള്ളനോ കൊള്ളക്കാരനോ ആണോ എന്നുള്ള പ്രശ്നം അത് കയറി വരുന്നവർക്ക് മാത്രമല്ല, നൊന്ത് പ്രസവിച്ച മക്കൾക്കും ആവാം. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ചുമക്കും, അത്ര തന്നെ. എന്റെ കുഞ്ഞെ, ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ ചോറെടുത്ത് കഴിക്കാൻ നോക്ക്, കേട്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.